ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 10 ഒന്നാമത്തെ വായനാഭാഗം 1 ശമൂവേൽ 23 അധ്യായം. ഇവിടെ ഒരു സംഭവം നടക്കുന്നത് കെയില എന്ന സ്ഥലത്ത്. അപ്പോൾ കെയില എന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവർ യഹൂദയിലാണല്ലോ യഹൂദയിലാണ് വന്ന് പാർക്കുന്നത്. അവിടെ കെയില എന്നൊരു സ്ഥലത്തേക്ക് ഫെലിസ്ത്യർ യുദ്ധത്തിന് കടന്നു വന്ന് യുദ്ധം ചെയ്യുന്നു കേട്ടപ്പോൾ, അപ്പം ദാവീദ് അതറിഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു, ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. വളരെ സമീപത്താണ് ഈ സ്ഥലം, ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ യഹോവ ദാവീദിനെ, നീ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചു കൊള്ളാൻ പറയും. പക്ഷേ ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ നമ്മളിവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ടാണ് വന്ന് പാർക്കുന്നത്. പിന്നെ കെയിലയിൽ ചെന്ന് ഫെലിസ്ത്യരുടെ സൈന്യത്തോട് യുദ്ധം ചെയ്താൽ ശൗലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണല്ലോ, യഹൂദയിൽ തന്നെയല്ലേ, അപ്പം നമുക്കത് ദോഷമായി മാറില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ദാവീദ് വീണ്ടും യഹോവയുടെ ദൈവത്തോട് ചോദിച്ചു പോകട്ടെ എന്ന്. അപ്പം ദൈവം അവനോട് പറഞ്ഞ്, എഴുന്നേറ്റ് കെയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അവൻ്റെ ആളും കെയിലയിലേക്ക് പോയി അവിടെ ചെന്ന് ഭയങ്കരമായി തോൽപ്പിച്ച് കെയില നിവാസികളെ രക്ഷിച്ചു. അപ്പോൾ അപ്പോഴത്തേക്ക് അബ്യാഥാർ പുരോഹിതൻ, അഹീമേലെക്കിൻ്റെ മകൻ അബ്യാഥാർ അവിടെ ഏഫോദ് അവിടെ കൊണ്ടുവന്നു. അവിടെ വെച്ച് ശൗലിന് അറിവ് കിട്ടി, ഇതിപ്പോൾ ഒരു പട്ടണം, ഓടാമ്പലും മതിലും ഒക്കെ ഉള്ള ഒരു പട്ടണമാണ്, അവിടെ കുടുങ്ങിയിട്ടുണ്ട്, പിടിക്കാമെന്നുള്ളതാണ് ശൗലിൻ്റെ ഒരു ചിന്ത. ഇതിനിടയ്ക്ക് ഒരു സംശയം തോന്നിയിട്ട് ദാവീദ് ഈ കെയില നിവാസികൾ ശൗല് വരുമ്പം തങ്ങളെ പിടിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു സംശയം വന്നു. അപ്പോൾ അത് ദൈവത്തോട് ചോദിക്കുകയാണ്, ഏഫോദ് കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ദൈവം അത് പറയുന്നുണ്ട്, കെയില പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പം അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് ദൈവം മറുപടി പറഞ്ഞു. അപ്പോൾ ദാവീദും കൂടെയുള്ള 600ഓളം പേര് അവിടുന്ന് പുറപ്പെട്ട് എവിടേക്കോ പോയി സഞ്ചരിച്ചൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. ശൗലാണെങ്കിൽ അപ്പം ദാവീദ് അവിടുന്ന് പുറപ്പെട്ടു പോയി എന്ന് മനസ്സിലായി. അതുകൊണ്ട് യാത്ര തൽക്കാലം നിർത്തിവെച്ചു. പിന്നെ എവിടാണെന്ന് ഉള്ളതെന്ന് അറിയണമല്ലോ. എവിടെയാണോ ഉള്ളതെന്ന് അറിയുമ്പോൾ മാത്രമേ പിന്നെ അവിടത്തേക്ക് ഒരു പുറപ്പെടലുണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും സ്ഥലം പിടികിട്ടി. അതിനിടയ്ക്ക് യോനാഥാൻ ശൗലിനെ അന്വേഷിച്ച് ശൗലിനെ വന്ന് കണ്ടു. അപ്പോൾ യോനാഥാനെ കാണണമെങ്കിൽ ദാവീദിനെ വന്ന് കാണണമെങ്കിൽ ശൗലിനും അത് സാധ്യമായ കാര്യമാണ്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണ ദാവീദിനുള്ളത് കൊണ്ടാണ് ശൗൽ ഇവിടെ എത്താത്തതും യോനാഥാൻ ഇവിടെ എത്തിയതും. അപ്പോൾ യോനാഥാനെ കണ്ടു, ധൈര്യപ്പെടുത്തി, നീ ഒരിക്കലും ശൗൽ നിന്നെ പിടിക്കപ്പെടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിൻ്റെ രാജ്യത്തിൽ രണ്ടാമനാകും എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തതുപോലെ ചെയ്തിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. പിന്നെ ദാവീദ് അവിടുന്ന് ഹക്കീല വന പ്രദേശങ്ങളിലൊക്കെ പോയി ഒളിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ശൗൽ അറിയുന്നുണ്ട് ദാവീദ് ഇന്നടത്തുണ്ടെന്നൊക്കെ, അവിടെ പുറപ്പെട്ടു വരുന്നുണ്ട്. ദാവീദ് വീണ്ടും അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അതിനിടയ്ക്ക് പിന്നെ സീഫ് എന്ന സീഫിലേക്ക് പോയി അവിടെയും അന്വേഷിച്ച് വരാൻ വേണ്ടി തയ്യാറായി. അവിടുന്ന് വീണ്ടും മാവോൻ മരുവിൽ പോയി ശൗല് പുറപ്പെട്ടു വന്നു. അവിടുന്ന് പുറപ്പെട്ട് വരുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ, ഇതൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സേലയിൽ പോയി താമസിച്ചു. അവിടുന്ന് അത് കേട്ടപ്പം വീണ്ടും അവിടുന്ന് പുറപ്പെട്ട് ദാവീദിനെ പിന്നെ ശൗൽ പർവ്വതത്തിൻ്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിൻ്റെ അപ്പുറത്തും നടന്നു. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടന്നു പോവുകയാണ്. അത് അവിടെ പക്ഷേ വളരെ ബുദ്ധിമുട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ശൗലിൻ്റെ കൂടെ 600 പേരല്ലല്ലോ, ശൗലിൻ്റെ കൂടെ പടയാളികൾ വാളും കുന്തവും ഒക്കെ പിടിച്ച എത്രയോ ഇരട്ടി ആളുകൾ, 3000 പേരെങ്കിലും കാണും. അവരുടെ രക്ഷപ്പെട്ടു പോകുന്ന ഇച്ചിരി പാടുള്ള കാര്യമായിരുന്നു എന്ന് തന്നെ അവിടെ തന്നെ എഴുതി. പക്ഷേ ദൈവത്തിൻ്റെ സഹായം കൂടെ ഉള്ളതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ദാവീദ് അവിടുന്ന് ഏൻഗതിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു. ഇതാണ് നമ്മൾ ഇന്ന് വായിച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടുന്ന് പുറപ്പെടലാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ദാവീദ് ചെന്ന് കുറച്ച് ദിവസം താമസിക്കുമ്പോൾ അവിടെ എത്തിയെന്ന് എങ്ങനെയെങ്കിലും ആളുകൾ അറിയിക്കും. അവിടുന്ന് ശൗല് പുറപ്പെട്ടു എന്നുള്ളത് എങ്ങനെയെങ്കിലും ദാവീദ് അറിയും. ദാവീദ് അവിടുന്ന് പുറപ്പെട്ട് പോകും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം. 66 അധ്യായം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ്.
നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോഴും 66 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുക. അപ്പോൾ അതും നമ്മൾ 39 അധ്യായങ്ങൾ പഴയ നിയമത്തിലും 27 അധ്യായങ്ങൾ പുതിയ നിയമത്തിലും, ആകെ 66. അപ്പോൾ 66ൻ്റെ ഒരു അടയാളം പോലെ, അല്ലെങ്കിൽ ഒരു കാഴ്ച പോലെ നമുക്ക് ഈ യെശയ്യാ പ്രവാചകൻ്റെ 66 പുസ്തകങ്ങൾ കാണാം. സങ്കീർത്തന പുസ്തകം കഴിഞ്ഞാൽ, സങ്കീർത്തന പുസ്തകങ്ങൾ പലയിടത്തുനിന്നും ക്രോഡീകരിച്ച പലരും എഴുതിയത് ഒരുമിച്ചാണ്. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒരാൾ തന്നെ എഴുതിയ പുസ്തകം എന്നർത്ഥത്തിൽ പ്രവാചക പുസ്തകത്തിൽ ഏറ്റവും വലിയ പുസ്തകവും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. 66 അധ്യായം ഞാൻ പ്രത്യേകമായി അപേക്ഷിക്കുന്നത് താങ്കൾ ഇതൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണമെന്നാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ വായിച്ച ഒരുപാട് അധ്യായങ്ങളായിട്ട് മാറ്റപ്പെടേണ്ട ഒരു കാര്യങ്ങൾ ഈ അവസാനത്തെ അധ്യായത്തിൽ നിറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഭയങ്കര ശക്തമായൊരു അധ്യായമായിട്ട് ഈ 66 അധ്യായം നിൽക്കുകയാണ്. ഇതുവരെ എഴുതി വന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഇതൊരു 4, 5, 6 അധ്യായങ്ങളിലായിട്ട് വേണമെങ്കിൽ മാറ്റാവുന്നതായിരുന്നു. പക്ഷേ ദൈവം അത് ഈ ഒരു അവസാനത്തിലാണ്, ഇതെല്ലാം കൂടെ ഈ അവസാനത്തെ കുറേ വാക്യങ്ങളിലാണ് ദൈവം അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തുടക്കം ഇങ്ങനെയാണ് കാണുന്നത്: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദമേടുമാകുന്നു. അപ്പം സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദമേടുമാകുന്നു. അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ എന്ത് തരത്തിലുള്ള ആലയമാണ് പണിയുന്നത്? എനിക്ക് എന്ത് വിശ്രമസ്ഥലമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങളുടെ കൈ ഇതൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണിത് പറയുന്നത്? ഇതെല്ലാം എൻ്റെ കൈകളിൽ ഇരിക്കുന്നതല്ലേ? അപ്പോൾ എൻ്റെ ഭൂമിയാണ് എൻ്റെ പാദപീഠം, ഒരു ആലയത്തിനകത്ത് ഒതുങ്ങുന്നവനല്ല ഞാൻ എന്ന് ദൈവം തന്നെ പറയും. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം ആരെയാണ് കടാക്ഷിക്കുക? ആ വാക്കുകളൊക്കെ വളരെ ശക്തമായ അക്ഷരങ്ങളാണ്, വാക്കുകളാണ്. അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ, അവനെ ഞാൻ കടാക്ഷിക്കുമെന്ന് പറയുന്നത്. അപ്പം കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായയുടെ കഴുത്തൊടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോര അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ അവർക്ക് അവരുടെ ഇഷ്ടമാണ് ഇതൊക്കെ. അതുപോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് എൻ്റെ ഇഷ്ടമായി ഞാൻ മാറ്റും. ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഭയങ്കര ശക്തമായിട്ടാണ് ദൈവം അതിനെ എഴുതിയിരിക്കുന്നത്. ഭാഷയും അതുപോലെ തന്നെ. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് എനിക്ക് പ്രസാദമില്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഞാനും ഇങ്ങനെയൊക്കെ അവരോട് ചെയ്യും. എന്നാൽ യഹോവയുടെ വചനത്തിൽ വിറയ്ക്കുന്നവരെ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു, തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇവ ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പ്രസവദ്വാരത്തെങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടി സന്തോഷിപ്പിൻ, അവളെ ചൊല്ലി സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിപ്പിൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടി അത്യന്തം ആനന്ദിപ്പിൻ. അപ്പോൾ യെരൂശലേമിൻ്റെ, നമ്മൾക്ക് മുമ്പ് കണ്ടു, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതായത് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് അതിനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നത്. അപ്പം ആ യെരൂശലേം സ്നേഹിക്കുകയും യെരൂശലേമിൻ്റെ കഷ്ടത്തിൽ വ്യസനിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അവൾക്ക് ഒരു തിരിഞ്ഞു വരവുണ്ടാകും, അവൾക്കൊരു യഥാസ്ഥാനം ഉണ്ടാകും, അവളുടെ സന്തോഷത്തിൻ്റെ നാളുകൾ വരും, യെരൂശലേം യഥാസ്ഥാനപ്പടിയും. അന്ന് നിങ്ങൾ അവളോടുകൂടെ യെരൂശലേമിനോടുകൂടെ നിങ്ങൾ യെരൂശലേമിനെ വേണ്ടി പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്തവരല്ലേ അവർ. ആ യെരൂശലേം യഥാസ്ഥാനപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവളോടുകൂടി സന്തോഷിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. പക്ഷേ അത് യെരൂശലേമിനെ അതിൻ്റെതായി കാണുന്നവരും യെരൂശലേമിലെ ദൈവത്തെ അന്വേഷിക്കാതെ തള്ളിക്കളഞ്ഞ് ധൂപകാട്ടി മറ്റ് അന്യ ദൈവങ്ങളെ ആശ്രയിച്ച് പോകുന്നവരും ഒക്കെ ഉണ്ട്. രണ്ടുമുണ്ട്. അപ്പം അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം തന്നെയാണ്, അവർക്ക് നാശം തന്നെയാണ് എന്നുള്ളതാണ് ദൈവം വീണ്ടും അരുളി ചെയ്യുന്നത്.
ആ അധ്യായത്തിൻ്റെ അവസാനങ്ങളിലേക്ക് പോകുമ്പം ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. അപ്പം ലോകത്ത് നമ്മൾ ഇന്ന് ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇസ്രായേലിൽ മാത്രമായിരുന്ന ഈ വിശ്വാസം, ഇസ്രായേലിൽ മാത്രമായിരുന്ന ദൈവം, ഇസ്രായേലിൽ മാത്രമായിരുന്ന പ്രത്യാശ ഇന്ന് ലോകത്ത് ആർക്ക് വേണേലും അനുഭവിക്കാനും അറിയുവാനും അതിലേക്ക് എത്തുവാനുമുള്ള വഴി ദൈവം തുറന്നു കൊടുത്തിട്ടുണ്ട് യേശുക്രിസ്തുവിലൂടെ. അപ്പം ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം കാണും. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ആർക്കും, ഒരു മനുഷ്യനും ഈ സത്യത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം ദൈവം നിഷേധിച്ചിട്ടില്ല. യേശുക്രിസ്തുവിലൂടെ ആണെന്ന് മാത്രം. യേശുക്രിസ്തുവിലൂടെ ആ സത്യത്തിലേക്ക് നടക്കുവാൻ, യേശുക്രിസ്തു എന്തൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രാപിക്കാൻ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത് പോലെ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുവാൻ, അബ്രഹാമിൻ്റെ സന്തതിക്കും വെച്ചിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവിന് മാത്രമല്ല, ആ യേശുക്രിസ്തുവിനെ കടന്നു വരുന്ന ഏതൊരു സന്തതിക്കും അബ്രഹാമിൻ്റെ സന്തതിയാകുവാനും, അങ്ങനെ അബ്രഹാമിന് സന്തതിയായ യേശുക്രിസ്തുവിനും പുതുതായി ക്രിസ്തുവിലൂടെ കടന്നു വരുന്ന സന്തതികളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും അബ്രഹാമിൻ്റെ സന്തതിക്കും ലഭിച്ച വാഗ്ദത്തം ലഭിക്കാൻ തക്കവണ്ണം ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മറ പോലുമില്ലാതെ, ആർക്കും ഒരു വ്യത്യാസവും വരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അത് യവനനും യഹൂദനും ഒന്നും ഒരു വ്യത്യാസം വെച്ചിട്ടില്ല അക്കാര്യത്തിൽ. ഒരുപോലെ അവകാശം. അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ജനമായി വേർതിരിച്ചവർക്ക് ഒരു പ്രത്യേക ക്ലാസ്സും, ജാതിയിൽ നിന്ന് വന്നവന് വേറൊരു ക്ലാസ്സും വെച്ചില്ല. എല്ലാവരെയും ഒരുപോലെ എല്ലാ അവകാശത്തിലേക്ക് ദൈവം തുറന്നു വച്ചിരിക്കുകയാണ് അത് എന്നുള്ളതാണ്. താഴോട്ട് അവരിൽ രക്ഷിക്കപ്പെട്ട ചില ഞാൻ തർശീശ്, വില്ലാളികളായ പൂൽ, ലൂദ് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കിലേക്കും എൻ്റെ കീർത്തി കേൾക്കുകയും എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്ക് മയക്കും. അവർ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കണ്ടോ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവരക്കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഭൂമിയിൽ ജാതികളിൽ നിന്ന് വരുന്നവരെ ദൈവത്തിൻ്റെ വേലയിലേക്ക് ആക്കുന്നുണ്ട്. അവരെ സത്യസുവിശേഷം അറിയിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അവരിലൂടെയും ഒരുപാട് ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരും. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ 66-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ശക്തമായി ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലാതെ തന്നെ ഈ അധ്യായത്തിൽ നിന്ന് വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതും ഹൃദയത്തിലേക്ക് പതിപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് അധ്യായം പൂർണ്ണമായും ഒരിക്കൽ കൂടി വായിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ പഴയതും ഇപ്പോൾ ഉള്ളതും വരാനിരിക്കുന്നതുമായ അന്നത്തെ കാലത്ത്, അപ്പോൾ ഇത് എഴുതപ്പെടുന്ന കാലത്ത് മുമ്പുള്ളതും ഇത് എഴുതപ്പെടുന്ന കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും ഇന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഇടവരും. അതുകൊണ്ട് ഇത് വായിക്കാതെ പോകരുത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ വായനാ ഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ അവരെ ഈരണ്ടായിട്ട് ശിഷ്യന്മാർ യേശുക്രിസ്തു ആക്കി. 11-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു. വരാനിരിക്കുന്ന കഷ്ടതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അവിടെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു. ഒക്കെയും പറഞ്ഞതിന് ശേഷം അവരെ അയക്കുകയാണ്. അവരവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവരെ അയക്കുന്നു. അവർ പുറപ്പെട്ടു പോയി അതാത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനുമാണ് പോയത്. 2-ാം വാക്യം മുതൽ വേറൊരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എൻകൽ ഇടറാത്തവൻ എല്ലാം ഭാഗ്യവൻ എന്ന് ഉത്തരം പറഞ്ഞു.
ഇവിടെ ഈ യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് എനിക്ക് ലഭിച്ചൊരു ഉത്തരം മനസ്സിലായത് എന്തെന്നാൽ, യോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനം കഴിക്കുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ചെവിയൊടുപ്പിൻ. ഒന്ന്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുക്രിസ്തുവിൽ വരുന്നത് മറ്റാര് കണ്ടില്ലെങ്കിലും യോഹന്നാൻ സ്നാപകൻ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തേതല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് സംഭവിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആരുടെ മേലാണോ വരുന്നത് അവനാണ് വരുവാനിരിക്കുന്നവൻ മിശിഹ എന്നുള്ള കാര്യം ദൈവം നേരത്തെ യോഹന്നാൻ സ്നാപകന് മനസ്സിലാക്കി കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന് ഈ വരുവാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നതിൽ ശരിയല്ല. പക്ഷെ യോഹന്നാൻ സ്നാപകൻ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ജോലി ചെയ്തത് എന്ന് അന്വേഷിക്കുമ്പോൾ ഇത് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെയാണ്. യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ വായിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത്, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാളും വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അത്രയും വലിയവനായ ഒരുവന്, ജ്ഞാനിയായ ഒരുവന്, വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നവന്, ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെയും ഗർഭം ധരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ അമ്മ അവിടെ വരുമ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ പിള്ള വയറ്റിൽ തുള്ളി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളവനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ നന്നായിട്ടത് അറിയാം. പക്ഷേ അതുപോലെ തന്നെ താൻ മരിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം യോഹന്നാൻ സ്നാപകന് അറിയാമായിരിക്കണം. അക്കാലത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നവരല്ല. എന്നാലും ഈ വചനത്തിലെ കാര്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ സാധ്യതയുള്ളൊരു കാര്യമെന്ന നിലയ്ക്ക് യോഹന്നാൻ സ്നാപകന് തൻ്റെ മരണം ഉറപ്പായി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തൻ്റെ മരണശേഷം തൻ്റെ ശിഷ്യന്മാർ അനാഥരായി അന്യാധീനപ്പെട്ടു പോകാനുള്ള സാധ്യതയെ തടയുകയാണ് ഇവിടെ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വേറെയും കാര്യങ്ങൾ കാണാം, എന്നാൽ ഒരു പ്രധാന കാര്യം ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയും തൻ്റെ മരണശേഷം ഈ ക്രിസ്തുവിങ്കൽ ഇവരെ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരണം എന്നുള്ളതായിരിക്കണം യോഹന്നാൻ സ്നാപകൻ്റെ ചിന്ത എന്ന് ചിന്തിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞത് ഈ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് എന്നും ക്രിസ്തു അവിടെ പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ അവനേക്കാൾ വലിയവൻ ആരുമില്ല എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ഈ യോഹന്നാൻ സ്നാപകനേക്കാളും വലിയവനായിരിക്കുമെന്നാണ്. അപ്പം സ്വർഗരാജ്യം അത് ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്നാണെന്ന് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വചനത്തിൽ മനസ്സിലാക്കിയത് സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നാണെന്നാണ്. അപ്പം അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയവൻ ഈ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണെന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതും കൂടെ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും പ്രവചിച്ചു എന്നും നമുക്കവിടെ വായിക്കാൻ പറ്റുന്നു. അത് ക്രിസ്തു പറയുന്നതാണ്. നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അപ്പോൾ ഏലിയാവ് വരും എന്നൊരു പ്രവചനവും പഴയ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഏലിയാവ് വരും എന്ന് പറയുമ്പോൾ ഏലിയാവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഏലിയാവ് വരും എന്ന് കാത്തിരിക്കുന്ന ഒരു ജനത്തിനോടാണ് പറയുന്നത്. ഏലിയാവ് വരും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം, ആ ഏലിയാവ് യോഹന്നാൻ സ്നാപകൻ തന്നെ എന്ന് അസന്നിഗ്ധമായിട്ട് യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ അന്ന് യോഹന്നാൻ സ്നാപകൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും കാലത്ത് ഏലിയാവിനായി കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിനെയോ യോഹന്നാൻ സ്നാപകനെയോ ഒന്നും ആ ഏലിയാവായിട്ട്
അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാകുന്നില്ല. ക്രിസ്തു പോലുമല്ല ഏലിയാവ്. ആ ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണെന്നാണ് പറയുന്നത്, ആണ് യേശു ക്രിസ്തു പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഏലിയാവിനെ അയക്കുമെന്നോ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി അയക്കുമെന്നോ ഒക്കെ പറയുമ്പോൾ ഏലിയാവിൻ്റെ ആത്മാവും യേശുക്രിസ്തുവിൻ്റെ ആത്മാവും യെശയ്യാ പ്രവാചകൻ്റെ ആത്മാവും നോഹയിലെ ആത്മാവും യോഹന്നാൻ സ്നാപകൻ്റെ ആത്മാവും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇതാണ് അതിനകത്തുള്ള കീ ആയിട്ടുള്ള ആശയം അല്ലെങ്കിൽ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഏലിയാവിലെ എൻ്റെ ആത്മാവോടുകൂടി അയക്കുമെന്ന് പറയുന്നത് ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്നെയാണെന്ന് യേശുക്രിസ്തു പറയുന്നു. പക്ഷെ നമുക്കത് സംശയം തോന്നാം. പക്ഷേ ക്രിസ്തുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളത് വിശ്വസിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും ഉള്ള ആക്ഷേപം, ജനത്തിൻ്റെ ആക്ഷേപമല്ല, ചില ആൾക്കാരുടെ ആക്ഷേപം ക്രിസ്തുവോട് പറയുന്നുണ്ട്. യോഹന്നാനാണെങ്കിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ യേശുക്രിസ്തു തിന്നിയും കുടിയനുമായി, അല്ലെങ്കിൽ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറയുന്നു. അപ്പം യോഹന്നാൻ സ്നാപകനെ കുറ്റം വിധിക്കാൻ ഒരു ന്യായം, ക്രിസ്തുവിനെ കുറ്റം വിധിക്കാൻ മറ്റൊരു ന്യായം. ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വേറൊരിടത്ത് ലൂക്കോസ് 7:35 ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ താഴോട്ട് ചില പട്ടണങ്ങളെയൊക്കെയും ശാസിക്കുകയാണ്. കാരണം ആ പട്ടണത്തിലെ അനീതി കണ്ടിട്ട്, അവിടുത്തെ കൊള്ളരുതായ്മകൾ കണ്ടിട്ട് ആണിത് ചെയ്യുന്നത്. ഇതെല്ലാം ഇസ്രായേലിന് ദൈവം കൊടുത്ത, പല ഗോത്രങ്ങൾ കൊടുത്ത സ്ഥലങ്ങൾ തന്നെയാണ്. കഫർനഹൂമും അതുപോലെ വടക്കേ അറ്റം വരെ ജമ്മശേക്ക് വരെ ദമാസ്കസ് വരെയുള്ള സ്ഥലങ്ങളൊക്കെയും ഇവർക്ക് കൊടുത്തതാണ്. പക്ഷെ അവിടെയാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന അവിശ്വാസത്തിൻ്റെയും ഒക്കെയും പ്രവൃത്തികൾ. അപ്പോൾ അവിടെ പല വീര്യപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ക്രിസ്തുവിലൂടെ പല അതിശയകരമായ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരവിടെ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവിടെ പറയുകയാണ്, ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകും. സോതോം പിന്നെയും സഹിക്കും, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ കഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ച് പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവനെ അങ്ങ് ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നതാണ്. ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദം തോന്നിയത്. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മളൊക്കെയും കൂട്ടത്തിൽ വരും എന്ന് ഞാൻ ഉറപ്പായി പറയുന്നില്ല, വരാം. കാരണം ലോകത്ത് പലർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളെപ്പോലെയുള്ള ജ്ഞാനമില്ലാത്ത സാധുക്കളായ, ഒന്നും അറിയാത്ത, ദൈവത്തെ അറിയാത്ത, ദൈവം എന്നറിയാം എന്നല്ലാതെ ദൈവത്തിനെ പൂർണ്ണമായും അറിയാൻ കഴിയാത്ത, ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത, ദൈവിക പദ്ധതികൾ അറിയാൻ കഴിയാത്ത, നമ്മളൊന്നും അറിയത്തില്ല സാധുക്കളായ, അജ്ഞാനികളായ നമ്മളൊക്കെ ശിശുക്കളാണെന്നാണ്. എന്നാൽ ഈ ദൈവിക സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക വഴി, ഇത് ജ്ഞാനികൾക്ക്, സത്യം പറഞ്ഞാൽ ഭൂമിയിലെ വലിയ വലിയ ജ്ഞാനികൾക്ക്, വലിയ വലിയ ധനവാന്മാർക്ക്, ലോകം അംഗീകരിക്കുന്ന സയൻറ്റിസ്റ്റുമാർക്ക്, ലോകം അംഗീകരിക്കുന്ന ലോക നേതാക്കന്മാർക്ക്, ഇതിനേറെ പറയുന്നു പുരോഹിതന്മാർക്ക് മേലാളന്മാരായിരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, അത് അന്ന് അങ്ങനെയായിരുന്നല്ലോ. അന്ന് അവിടുത്തെ ചിലപ്പോൾ അന്നത്തെ മഹാപുരോഹിതന് മനസ്സിലായില്ല, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് മനസ്സിലായില്ല. ശാസ്ത്രിമാർക്ക്, പരീശന്മാർക്ക്, സദൂക്യർക്ക് ഒന്നും യേശു ക്രിസ്തുവിനെ മനസ്സിലായില്ല, പുരോഹിതന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെയും അവിടെ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം അയച്ച യോഹന്നാൻ സ്നാപകൻ, അവൻ്റെ പുറകെ വന്ന യേശുക്രിസ്തു, ഇവരെയൊന്നും അവർ മനസ്സിലാക്കാത്തടത്തോളം കാലം അവർ ഈ പറഞ്ഞ പോലെ ജ്ഞാനികളാണ്, അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ശിശുക്കളായിരിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ഇത് മനസ്സിലായത് കൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവമേ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. ദൈവമായ പിതാവിന് അങ്ങനെയാണല്ലോ പ്രസാദം തോന്നിയതെന്നാണ്. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല,
പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. യേശുക്രിസ്തു ആരാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് അടിസ്ഥാനം. അത് മത്തായിയുടെ സുവിശേഷം തന്നെ നമ്മൾ കുറച്ച് 1-2 അധ്യായങ്ങൾ കൂടെ പോകുമ്പം പത്രോസിനോട് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു ഉത്തരമുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് എന്നവിടെ പറയുമ്പോൾ ഇതാണ് ഈ സഭയുടെ അടിസ്ഥാനമായ കല്ല്, അടിസ്ഥാനം എന്നുള്ളത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെയും ചേർത്ത് എന്തെങ്കിലുമൊക്കെയും കുറയ്ക്കുകയോ കൂട്ടുകയോ വില കുറയ്ക്കുകയോ വില കൂട്ടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോകാൻ ഒക്കുന്ന കാര്യമല്ല. അതാണ് അവിടെ പറയുന്നത്. പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പിതാവിനെ അറിയണം, പുത്രനെ അറിയണം, ആരാണ് പിതാവെന്നറിയണം, ഈ പുത്രൻ ആരെന്നറിയണം. ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വിശ്വാസമോ ചിന്തയോ ധാരയോ അടിസ്ഥാനമോ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ വായിക്കുന്ന ആർക്കും അതിനകത്ത് ഓഹരി ഉണ്ടാകുകയില്ല. നമ്മൾ സത്യത്തെ അന്വേഷിക്കുകയും സത്യം നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമ്മൾ അവകാശിയാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. എത്രത്തോളം അത് ഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അറിയില്ല. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പ്രസ്താവിച്ചു പോവുകയാണ്. നന്ദി. ഈ ദിവസമുള്ള വായനകൾ, ഇതിൽ നിന്ന് വായന കേൾക്കുന്നതും അതിൽ നിന്ന് ഈ ചെറുതായി പറയുന്ന വിവരണങ്ങളും എല്ലാവരെയും സഹായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിനാണ് ഇതിനകത്തൊക്കെയും മഹത്വം. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഒരുക്കിയത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു നമ്പർ ഞാൻ പറയാം. ആ നമ്പറിൽ വിളിച്ച് അങ്ങയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. 790-711-0048 790-711-0048 ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ദൈവദിനം സംബന്ധിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.